പ്രിയ ഉദ്യോഗാർത്ഥികളെ, നിങ്ങളേവരും അറിഞ്ഞിട്ടുണ്ടാകും IBPS 11 പൊതുമേഖലാ ബാങ്കുകൾക്കായിട്ട് പ്രൊബേഷൻ ഓഫീസർ തസ്തികകളിലേക്ക് ഏതാണ്ട് 7000 വേക്കൻസിക്ക് അപേക്ഷ ക്ഷണിച്ചു. അതിനെക്കുറിച്ച് ഞങ്ങളൊരു വീഡിയോ ചെയ്തിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അവസാന ദിവസം വരെ കാത്തിരിക്കാതെ എത്രയും പെട്ടെന്ന് അപേക്ഷ സമർപ്പിക്കുക. ഈ വീഡിയോയുടെ ത്രസ്റ്റ് ഇതാണ്: ദർ ഇസ് എ ബിഗ് ചേഞ്ച് ഇൻ ദ സിലബസ്. ആ സിലബസിലെ ചേഞ്ച് എന്താണ്? കഴിഞ്ഞ വർഷം വരെ അനുവർത്തിച്ചിരുന്ന സിലബസിൽ നിന്ന് വ്യാപകമായ മാറ്റം ഉണ്ട് എന്ന് പറയേണ്ടി വരും. എന്താണ് ആ ബിഗ് ചേഞ്ച് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. കഴിഞ്ഞ വർഷം ഇംഗ്ലീഷ് ലാംഗ്വേജിന് 35 ചോദ്യം 40 മാർക്കായിരുന്നു. ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ വെയിറ്റേജ് കുറച്ചു, 40 ചോദ്യം 20 മാർക്ക്. അപ്പോൾ അതൊരു വലിയ ചേഞ്ചാണ്. റീസണിങ് 40 ചോദ്യം 50 മാർക്കായിരുന്നു, ഇപ്പോൾ 40 ചോദ്യം 60 മാർക്ക്. ഡേറ്റ അനാലിസിസ് 35 ചോദ്യം 50 മാർക്കായിരുന്നു, ഇപ്പോൾ 40 ചോദ്യം 60 മാർക്ക്. പക്ഷേ വാട്ട് ഈസ് ദ ബിഗ് ചേഞ്ച്? ദ ബിഗ് ചേഞ്ച് എന്ന് പറയുന്നത് ജനറൽ അവെയർനെസ് 35 ചോദ്യം 50 മാർക്കായിരുന്നെങ്കിൽ ഇത്തവണ 50 ചോദ്യം 60 മാർക്ക്. അതുതന്നെ സിലബസിലും വലിയ വ്യത്യാസമുണ്ട്. ജനറൽ ഇക്കോണമി, ബാങ്കിങ്, ഡിജിറ്റൽ ഫിനാൻഷ്യൽ അവെയർനെസ് എന്നായിരുന്നുവെങ്കിൽ ഇത്തവണ അവർ വളരെ ക്ലെവർലി ഒരു കാര്യം കൂടെ വളരെ എക്സ്പ്ലിസിറ്റായിട്ട് ആഡ് ചെയ്തിരിക്കുന്നു. RBI സർക്കുലേഴ്സ് എന്ന് ആഡ് ചെയ്തിരിക്കുന്നു. ജനറൽ ഇക്കോണമി, ബാങ്കിങ്, ഡിജിറ്റൽ ഫിനാൻഷ്യൽ അവെയർനെസ് ഇൻക്ലൂഡിങ് RBI സർക്കുലേഴ്സ്. അപ്പോൾ കുറച്ചുകൂടെ ബാങ്കിങ് ത്രസ്റ്റോടെയാണ് ഇത്തവണ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ഉന്നയിക്കാൻ പോകുന്നത്. ഇത് മനസ്സിലാക്കാതെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ലതുപോലെ സ്കോർ ചെയ്യാൻ പറ്റില്ല. ഞങ്ങളിവിടെ ഞങ്ങളുടെ കുട്ടികൾക്ക് എപ്പോഴും പറയും, ജനറൽ അവെയർനെസ് മാക്സിമം ത്രസ്റ്റ് കൊടുക്കുക. ഫസ്റ്റ് ഡേ മുതൽ തന്നെ ഞങ്ങൾ ജനറൽ അവെയർനെസ് അവരെ പഠിപ്പിച്ചു തുടങ്ങും. കാരണം പ്രിലിമിന് ശേഷം പഠിക്കാം എന്ന് കരുതിയാൽ സമയം കിട്ടില്ല, നമുക്ക് വിജയിക്കാനുമാകില്ല. അപ്പോൾ ആദ്യ ദിവസം മുതൽ തന്നെ ജനറൽ അവെയർനെസ് ഞങ്ങളുടെ ക്ലാസ്സിൽ ഞങ്ങൾ പഠിപ്പിച്ചു തുടങ്ങും. എല്ലാ ആഴ്ചയിലും എൻ്റെ അനാലിസിസ് ഉണ്ടാകും. ഓൾറെഡി റെഗുലറായി RBI ബുള്ളറ്റിൻ അനലൈസ് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാനും കൂടെ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ദയവായി ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു എംഫാസിസ് കൊടുക്കാൻ കഴിയാതിരുന്നാൽ ഒരുപക്ഷേ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് വിജയിക്കാനാകില്ല. ജനറൽ അവെയർനെസ്സിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ 50 ചോദ്യം 60 മാർക്കാണല്ലോ. ഈ 50 ചോദ്യം നമുക്കറിയാമെങ്കിൽ ഇനി ചെയ്തു നോക്കാനൊന്നുമില്ല, വായിച്ച് ഉത്തരം എഴുതിയാൽ മതി. കണക്കാണെങ്കിലും റീസണിങ് ആണെങ്കിലും നിങ്ങൾക്കറിയാമെങ്കിലും നിങ്ങൾക്ക് ചെയ്തു നോക്കേണ്ടി വരും. അപ്പോൾ ഓൾവേസ് ട്രൈ ടു സ്കോർ ദ ബെസ്റ്റ് സ്കോർ ഫോർ ജനറൽ അവെയർനെസ്. ഇത്തവണ ജനറൽ അവെയർനെസ് മാത്രമല്ല, ജനറൽ, ബാങ്കിങ്, ഇക്കണോമിക്, ഫിനാൻഷ്യൽ, ഡിജിറ്റൽ അവെയർനെസ് ആണ്. ബ്രാക്കറ്റിൽ അവർ സ്പെസിഫിക് ആയിട്ട് കൊടുത്തിട്ടുണ്ട് RBI സർക്കുലേഴ്സ്. സോ പഠനത്തിൻ്റെ രീതി, പ്രിപ്പറേഷൻ്റെ രീതി മാറണം, എങ്കിൽ മാത്രമേ വിജയം ഉറപ്പിക്കാൻ പറ്റുള്ളൂ. ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ഒന്നുകൂടെ, പത്രവായനയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുക. ഗിവ് ആൻ അഡീഷണൽ എംഫാസിസ് ഓൺ ഫിനാൻഷ്യൽ മാറ്റേഴ്സ്. RBIയുമായി ബന്ധപ്പെട്ട എന്ത് വാർത്ത വന്നാലും അത് വായിക്കണം, അതിൻ്റെ ഇംപ്ലിക്കേഷൻ എന്നത് മനസ്സിലാക്കണം. വെറും പ്ലെയിൻ സ്ട്രെയിറ്റ് ചോദ്യങ്ങളല്ല അവർ ചോദിക്കുന്നത്. പക്ഷേ ഇതൊരു വലിയ പരീക്ഷയായിട്ട് കരുതണ്ട. നല്ലതുപോലെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവർക്ക് തീർത്തും നേടിയെടുക്കാനാകും. ICDയുടെ സേവനം എപ്പോഴും നിങ്ങൾക്ക് ലഭ്യമാണ്. ഓഫ്ലൈൻ ബാച്ചുകളും ഓൺലൈൻ ബാച്ചുകളും നിങ്ങൾക്ക് ലഭ്യമാണ്. നേരിട്ട് വന്ന് പഠിക്കാൻ കഴിയുന്നവർ അങ്ങനെ പഠിക്കുക. ഫോർ എനി റീസൺ അങ്ങനെ പഠിക്കാൻ സാധ്യതയില്ലാത്തവർ ഓൺലൈൻ പഠിക്കുക. ഇതിലൂടെ ജനറൽ അവെയർനെസ്സും എല്ലാ കാര്യങ്ങളും ആദ്യമേ തന്നെ പഠിച്ചു തുടങ്ങുക. അങ്ങനെ ആവട്ടെ. പ്രിലിംസ് കഴിഞ്ഞിട്ട് ജനറൽ അവെയർനെസ് പഠിക്കാമെന്ന് കരുതരുത്, ആദ്യമേ പഠിച്ചു തുടങ്ങുക. അങ്ങനെയുള്ളവർക്ക് വിജയം ഉറപ്പിക്കാനാകുള്ളൂ. അപ്പോൾ നല്ലത് വരട്ടെ. ഇത്തരം ഗുണകരമായ ടിപ്പുകളുമായി ഞങ്ങൾ വീണ്ടും നിങ്ങൾക്ക് മുമ്പിൽ വരാം. നന്ദി, നമസ്കാരം.